ഹലോ. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരബലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. സങ്കീർത്തനങ്ങൾ 127:3-4 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ. യൗവനത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ യുദ്ധത്തിൽ പോകുന്ന ഒരു പടയാളിയുടെ കയ്യിലെ അസ്ത്രം പോലെയാണെന്നാണ്. യുദ്ധത്തെ നേരിടാൻ ആ പടയാളിക്ക് ശക്തി കൊടുക്കുന്നത് എപ്പോഴും ഒരു അസ്ത്രം അല്ലെങ്കിൽ ഒരു ആയുധമായിരിക്കും. 2025 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാതാപിതാക്കൾ മറ്റുള്ളവരെല്ലാവരും നേർച്ച കാഴ്ചകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി. തിരുവചനത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ സാറായുടെ ഉദരവും എലിസബത്തിൻ്റെ ഉദരവും വന്ധ്യമായിരുന്നു. വൃദ്ധരായ അവസ്ഥയിൽ ദൈവത്തിന് ദാനമായ ദൈവത്തിൻ്റെ ചൈതന്യം വന്ന് നിറഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ ആത്മാവ്, ഒരു കുഞ്ഞ് അവരുടെ ഉദരങ്ങളിൽ വരുന്നത്. സഭാപ്രസംഗങ്ങളിൽ പറയുന്നുണ്ട്, ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ആത്മാവിനെ നിക്ഷേപിക്കുന്നത് ആർക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിട്ടാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിയോളജി ഓഫ് ബോഡി എന്നൊരു ഗ്രന്ഥത്തിൽ, ചാക്രിക ലേഖനത്തിൽ എഴുതി വയ്ക്കുന്നത് കോൺട്രാസെപ്ഷൻ, അബോർഷൻ മാരക പാപമായിട്ടാണ്. കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്, IVF, ഭ്രൂണഹത്യ എല്ലാം മാരക പാപമായിട്ടാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ആയതിനാൽ ദൈവദാനമായ കുഞ്ഞുങ്ങളെ നല്ല ഹൃദയത്തിൽ സ്വീകരിക്കാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.